പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമുക്ക് +2 തുല്യതയുടെ ചരിത്രത്തിൻ്റെ ഒരു ചോദ്യപേപ്പർ നോക്കിയാലോ. ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്, പരീക്ഷയിൽ ചോദിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യ ചോദ്യം നോക്കാം. അർത്ഥശാസ്ത്രം എഴുതിയത് ആര്? കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. അർത്ഥശാസ്ത്രം എഴുതിയത് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ. വർദ്ധമാന മഹാവീരൻ്റെ ജന്മസ്ഥലം ഏതാണ്? വൈശാലി. വർദ്ധമാന മഹാവീരൻ്റെ ജന്മസ്ഥലമാണ് വൈശാലി. മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? VS സുക്താങ്കർ. VS സുക്താങ്കറാണ് മഹാഭാരതത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരത എന്നാൽ മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത്. ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം നടന്നത് ഇവിടെ വെച്ചാണ്? സാരാനാഥ്. ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം നടന്നത് സാരാനാഥിലാണ്. അടുത്ത ചോദ്യം കാലഗണനാക്രമത്തിൽ എഴുതാനുള്ളതാണ്. കുണ്ടറ വിളംബരം 1809. കുണ്ടറ വിളംബരം 1809 വേലുത്തമ്പി ദളവ നമുക്ക് ഓർക്കേണ്ടതാണ്. കുറിച്യ കലാപം 1812. കുറിച്യ കലാപം 1812. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വർഷം 1931. 1936 തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936 തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം. ഒന്നും കൂടി പറയാം. കുണ്ടറ വിളംബരം 1809, കുറിച്യ കലാപം 1812, ഗുരുവായൂർ സത്യാഗ്രഹം 1931, തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇനി നമുക്ക് അൽ ബറൂനിക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏതെങ്കിലും 2 ബുദ്ധിമുട്ടുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അൽ ബറൂനിക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏതെങ്കിലും 2 ബുദ്ധിമുട്ടുകൾ. ഒന്ന് ഭാഷാപരമായ ബുദ്ധിമുട്ടായിരുന്നു. സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്യാനും അതിലെ ആശയങ്ങൾ അറബിയിലേക്ക് മാറ്റാനും ബുദ്ധിമുട്ടായിരുന്നു. സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്യാനും അതിലെ ആശയങ്ങൾ അറബിയിലേക്ക് മാറ്റാനുമുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് സാമൂഹിക മതവ്യവസ്ഥകളാണ്. ഇന്ത്യയിലെ ആചാരങ്ങളും മതപരമായ തത്വങ്ങളും തൻ്റേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്ത്യയിലെ ആചാരങ്ങളും മതപരമായ തത്വങ്ങളും അദ്ദേഹത്തിൻ്റെതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. മറ്റൊരു ചോദ്യം നോക്കാം. ഇബ്നു ബത്തൂത്ത ഇന്ത്യൻ നഗരങ്ങളെ വിവരിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ നഗരങ്ങൾ വലിയ അവസരങ്ങൾ നിറഞ്ഞതാണെന്നും ജനസാന്ദ്രതയേറിയതും സമ്പന്നവുമാണെന്ന് അദ്ദേഹം വിവരിക്കുന്നു. ഇന്ത്യൻ നഗരങ്ങൾ വലിയ അവസരങ്ങൾ നിറഞ്ഞതാണ്, ജനസാന്ദ്രത ഏറിയതാണ്, സമ്പന്നവുമാണ്. നഗരങ്ങളിലെ തെരുവുകൾ തിരക്കേറിയതും വർണ്ണാഭമായതുമായ ചന്തകളാൽ സമൃദ്ധമായിരുന്നു. നഗരങ്ങളിലെ തെരുവുകൾ തിരക്കേറിയതാണ്, വർണ്ണാഭമായതുമായ ചന്തകളാൽ സമൃദ്ധമായതുമാണ്. ഉദാഹരണത്തിന് ഡൽഹിയും ദൗലത്താബാദും. ഡൽഹിയും ദൗലത്താബാദിനെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, ഏതെങ്കിലും 2 വിജയനഗര രാജവംശങ്ങളുടെ പേരെഴുതുക. സംഗമ രാജവംശം, തുളുവ രാജവംശം, സാലുവ, അരവിഡു. 4 പ്രധാനപ്പെട്ടതാണ്. സംഗമ രാജവംശം, തുളുവ രാജവംശം, സാലുവ രാജവംശം, അരവിഡു വംശം. മറ്റൊരു ചോദ്യം, ഗുദ്കഷ്ത, പാഹികസ്ത എന്നിവ എന്താണ് എന്ന് പറയുക. ഗുദ്കഷ്ത, പാഹികസ്ത. ഗുദ്കഷ്ത എന്നാൽ സ്വന്തമായി കൃഷിഭൂമിയുള്ളവരും അവർ താമസിക്കുന്ന അതേ ഗ്രാമത്തിൽ തന്നെ കൃഷി ചെയ്യുന്നവരുമായ കർഷകരാണ്. ഗുദ്കസ്ത എന്നാൽ സ്വന്തമായി കൃഷിഭൂമിയുള്ളവരാണ്, അവർ താമസിക്കുന്ന അതേ ഗ്രാമത്തിൽ തന്നെ കൃഷി ചെയ്യുന്നവരുമാണ് ഗുദ്കഷ്ത. മറ്റത് പാഹികസ്തയാണ്. സ്വന്തം ഗ്രാമത്തിന് പുറത്തു നിന്നുള്ളവരും കരാർ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ ഭൂമിയിൽ താൽക്കാലികമായി കൃഷി ചെയ്യുന്നവരുമാണ് പാഹികസ്ത. സ്വന്തം ഗ്രാമത്തിന് പുറത്തു നിന്നുള്ളവരും കരാർ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ ഭൂമിയിൽ താൽക്കാലികമായി കൃഷി ചെയ്യുന്നവരുമാണ് പാഹികസ്ത. ഏതെങ്കിലും 2 മുഗൾ ഭരണാധികാരികളുടെ പേരെഴുതുക. അക്ബർ, ഷാജഹാൻ, ബാബർ, ഹുമയൂൺ, ജഹാംഗീർ, ഔറംഗസീബ്. അക്ബർ, ഷാജഹാൻ, ബാബർ, ഹുമയൂൺ, ജഹാംഗീർ, ഔറംഗസീബ്. അടുത്ത ചോദ്യം, ദീൻ ഇലാഹി എന്നാൽ എന്താണ്? അക്ബർ ചക്രവർത്തി
1582 ആരംഭിച്ച ഒരു മതസമന്വയ വ്യവസ്ഥയാണ് ദീൻ ഇലാഹി അല്ലെങ്കിൽ ദിവ്യമതം. അക്ബർ ചക്രവർത്തി 1582 ആരംഭിച്ച ഒരു മതസമന്വയ വ്യവസ്ഥയാണ്. എല്ലാ മതങ്ങളിലെയും നല്ല തത്വങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും കൂട്ടിച്ചേർത്താണ് ഇത് രൂപീകരിച്ചത്. എല്ലാ മതങ്ങളിലെയും നല്ല തത്വങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ദീൻ ഇലാഹി എന്ന മതം അദ്ദേഹം രൂപീകരിച്ചത്. പാകിസ്ഥാൻ പ്രമേയം എന്താണ് എന്ന് വ്യക്തമാക്കുക. 1940 മാർച്ചിൽ ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയമാണിത്. 1940 മാർച്ചിൽ ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയമാണ്. ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു പ്രത്യേക രാജ്യം രൂപീകരിക്കണമെന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടത്. ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു പ്രത്യേക രാജ്യം രൂപീകരിക്കണമെന്ന് ഇതിൽ ആവശ്യപ്പെടുന്നു. ക്യാബിനറ്റ് മിഷന്റെ ഏതെങ്കിലും 2 നിർദ്ദേശങ്ങൾ എഴുതുക. ഇന്ത്യക്ക് സ്വയംഭരണാവകാശമുള്ള ഒരു ഫെഡറൽ യൂണിയൻ രൂപീകരിക്കുക. ഇന്ത്യക്ക് സ്വയംഭരണാവകാശമുള്ള ഒരു ഫെഡറൽ യൂണിയൻ രൂപീകരിക്കുക. പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭയെ രൂപീകരിക്കുക. പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭയെ രൂപീകരിക്കുക. ഒന്നുകൂടി പറയാം, ഇന്ത്യക്ക് സ്വയംഭരണാവകാശമുള്ള ഒരു ഫെഡറൽ യൂണിയൻ രൂപീകരിക്കുക. മറ്റൊന്ന്, പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതിനാവശ്യമായ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക. മറ്റൊരു ചോദ്യം, വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണയുടെ നേതൃത്വത്തിൽ കർണാടകയിൽ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണയുടെ നേതൃത്വത്തിൽ കർണാടകയിൽ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ഇവർ ശിവനെ ലിംഗരൂപത്തിൽ ആരാധിച്ചതിനാൽ ലിംഗായത്തുകൾ എന്നും അറിയപ്പെടുന്നു. ഇവർ ലിംഗായത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം ഇവർ ശിവനെ ലിംഗരൂപത്തിൽ ആരാധിച്ചു. ജാതി വ്യവസ്ഥയെയും ലിംഗവിവേചനത്തെയും അവർ ശക്തമായി എതിർത്തു. ജാതി വ്യവസ്ഥ, ലിംഗവിവേചനം എന്നിവ ഇവർ ശക്തമായി എതിർക്കുകയുണ്ടായി. കൂടാതെ പുനർജന്മ സിദ്ധാന്തത്തെ നിരാകരിച്ചു. ജോട്ടോദാർമാരെ കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. ജോട്ടോദാർമാർ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബസുല ബംഗാളിൽ ഉയർന്നുവന്ന സമ്പന്നരായ കർഷക വിഭാഗമാണ് ജോട്ടോദാർമാർ. 18ാം നൂറ്റാണ്ടിലാണ് ബസുല ബംഗാളിലാണ് ഒരു സമ്പന്നരായിട്ടുള്ള കർഷക വിഭാഗമായിരുന്നു ഇവർ. ഗ്രാമങ്ങളിലെ വലിയൊരു വിഭാഗം കൃഷിഭൂമിയും പ്രാദേശിക വ്യാപാരവും പണമിടപാടുകളും ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഗ്രാമങ്ങളിലെ വലിയൊരു വിഭാഗം കൃഷിഭൂമി, പ്രാദേശിക വ്യാപാരം, പണമിടപാടുകൾ ഇതെല്ലാം ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു. പലപ്പോഴും ഗ്രാമീണ ജനതയ്ക്ക് ജമീന്ദാർമാരെക്കാൾ കൂടുതൽ സ്വാധീനം ഇവരോടായിരുന്നു. ഇനി 5ാം റിപ്പോർട്ട് എന്താണ്? 1813 ബ്രിട്ടീഷ് പാർലമെൻറ്റ് സമർപ്പിക്കപ്പെട്ട ഒരു ഔദ്യോഗിക റിപ്പോർട്ടാണ്. 1813 ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ് ഇത് സമർപ്പിക്കപ്പെട്ടത്. ഒരു ഔദ്യോഗിക റിപ്പോർട്ട് കൂടിയാണ്. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ളതായിരുന്നു ഇത്. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ളത്. ജമീന്ദാർമാരുടെയും കർഷകരുടെയും തകർച്ച, നികുതി പിരിവ് തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ജമീന്ദാർമാരുടെയും കർഷകരുടെയും തകർച്ചയെക്കുറിച്ച്, നികുതി പിരിവിനെക്കുറിച്ചെല്ലാം ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അൽ ബറൂനിയുടെ കിതാബുൽ ഹിന്ദിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അൽ ബറൂനിയുടെ കൃതിയാണ് കിതാബുൽ ഹിന്ദ്. അതിലെ സവിശേഷതകളാണ് ചോദ്യം. അൽ ബറൂനി അറബി ഭാഷയിൽ എഴുതിയ ലളിതവും വ്യക്തവുമായ ഒരു കൃതിയാണ് ഇത്. അൽ ബറൂനി അറബി ഭാഷയിലാണ് കിതാബുൽ ഹിന്ദ് എഴുതിയത്. ഇത് വളരെ ലളിതവും വ്യക്തവുമായ ഒരു കൃതിയാണ്. മൊത്തം 80 അധ്യായങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൽ ഇന്ത്യൻ മതം, തത്വചിന്ത, ജ്യോതിശാസ്ത്രം, സാമൂഹിക ജീവിതം, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യൻ മതം, തത്വചിന്ത, ജ്യോതിശാസ്ത്രം, സാമൂഹിക ജീവിതം, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഓരോ അധ്യായവും ഓരോ ചോദ്യത്തോടെ ആരംഭിക്കുകയും തുടർന്ന് സംസ്കൃത പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണം നൽകുകയും. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്നു.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.